നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ ഫോക്കസിങ് പവർ വളരെ കുറവാണ് കേട്ടോ. പല കാര്യങ്ങളും ഫോക്കസ് ചെയ്യാൻ പറ്റാതെ നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസിലായി പോയിട്ട് പലതും എഫിഷ്യൻസി വളരെ കുറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റായ ഫോക്കസ് വർദ്ധിപ്പിക്കാനുള്ള 10 പോയിൻ്റ് ഉണ്ടെന്ന് പറയുന്നത്. ഈ ഫോക്കസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യത്തിൽ മനസ്സും ശ്രദ്ധയും സ്ഥിരമായി നിർത്താൻ പറ്റുന്നൊരു അവസ്ഥയാണ് കേട്ടോ. ഇന്ന് നമ്മൾ മൊബൈൽ, സോഷ്യൽ മീഡിയ പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് അതുകൊണ്ടെല്ലാം നമ്മുടെ ഫോക്കസ് ഔട്ട് ആവാറുണ്ട് കേട്ടോ. ഫോക്കസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു സമയത്ത് ഒരു ജോലി മാത്രം ചെയ്യുക. നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ തന്നെ പലതരം പ്രോസസ്സിലോട്ട് മൈൻഡ് പോകും തോറും നമ്മുടെ ഇപ്പോൾ പ്രസൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൻ്റെ എഫിഷ്യൻസി വളരെ കുറയും കേട്ടോ. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും വർക്കിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അപ്പുറത്ത് പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ യൂട്യൂബൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്കിൻ്റെ പാതി എഫിഷ്യൻസി നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് മൊബൈൽ നോട്ടിഫിക്കേഷൻ ഓഫാക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. എന്ത് വന്നാലും നമ്മൾ എന്തെങ്കിലും ഒരു മെസ്സേജ് വന്നപാടെ ആ സൗണ്ട് കേട്ടപാടെ നമ്മൾ അതിലോട്ടാണ് നമ്മൾ ശ്രദ്ധ പോവുക. അപ്പോൾ പ്രസൻ്റ് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കിൻ്റെ എഫിഷ്യൻസി അപ്പോൾ കുറയും. ഈ തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് വ്യക്തമായ ഗോൾ നിശ്ചയിച്ച് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. കാരണം നമുക്കൊരു കൃത്യമായിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലതരം കാര്യത്തിലോട്ട് ഫോക്കസ് പോയി സ്കാറ്റേർഡായ മൈൻഡ് സെറ്റിലിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് ഏത് വർക്കാണ് ചെയ്യേണ്ടതെന്ന് പോലും നമ്മൾ അറിയാതെ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ ഫോക്കസ് കംപ്ലീറ്റ്ലി പോയി നമ്മുടെ എഫിഷ്യൻസി കുറയും കേട്ടോ. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് നന്നായി ഉറങ്ങുക എന്നുള്ളത്. ഏകദേശം 6 to 8 hours നമ്മൾ തീർച്ചയായിട്ടും ഉറങ്ങിയിരിക്കണം. ഇല്ലെങ്കിൽ നമുക്കത് നെക്സ്റ്റ് ഡേ പലതരം നോയ്സിലൂടെ നമ്മുടെ ബ്രെയിന് ഒരു കൊളാപ്സായ സിറ്റുവേഷൻ ആയിരിക്കും. സോ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് കേട്ടോ. അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഡീപ്പ് ബ്രെത്ത്, ഇൻഹേലേഷൻ എന്നൊക്കെ അതൊക്കെയാണ് കേട്ടോ. കാരണം ഫോക്കസ് കുറയുന്നതോടൊപ്പം അത് കൂട്ടാനുള്ള വഴി എന്ന് പറയുന്നത് നമ്മൾ മെഡിറ്റേഷൻ സഹായിക്കും. അതേമാതിരി നമ്മുടെ ബ്രെത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോക്കസിങ് പവർ ഇൻക്രീസ് ചെയ്യും. അത് ഡെയിലി പ്രാക്ടീസിലൂടെ സാധിക്കും കേട്ടോ. നെക്സ്റ്റ് പോയിൻ്റ് വന്നിട്ട് എക്സസൈസ് ആണ് കേട്ടോ. ഡെയിലി എക്സസൈസ് ചെയ്യുന്നതോടെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. അതുവഴി നമ്മുടെ ബോഡി ഫ്ലെക്സിബിളായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് എനർജി ലെവൽ എപ്പോഴും ഹൈ ആയിട്ടിരിക്കും. അത് ഫോക്കസ് കൂട്ടാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടുള്ള ഭാഗമാണ് കേട്ടോ. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. ബ്രെയിനിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നല്ല നല്ല ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ജങ്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൂടുതൽ കൊടുക്കും തോറും നമ്മുടെ ബ്രെയിന് ഭയങ്കര മന്ദഗതിയിലാകും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഏതാണെന്ന് കണ്ടുപിടിച്ച് കഴിക്കുന്നത് വളരെ ബെറ്ററാണ് കേട്ടോ. അതിന് കൂടെ തന്നെ വയറ് നിറച്ച് ഫുഡ് കഴിച്ചാൽ നമ്മുടെ ഫോക്കസും ഉറക്കംപരമായിട്ട് ഫീലിങ്സൊക്കെ വരും. അതുകൊണ്ട് ഭക്ഷണം എപ്പോഴും കൺട്രോളിൽ നിർത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അടുത്ത പോയിൻ്റ് വന്നിട്ട് ഫോക്കസ് ആയിട്ടുള്ളൊരു എൻവിറോൺമെൻറ്റ് സൃഷ്ടിക്കുക എന്നുള്ളതാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചുറ്റും ഇരിക്കുന്ന സ്ഥലത്ത് ചുറ്റും ഭയങ്കര നോയ്സ് അല്ലെങ്കിൽ ബഹളവും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഫോക്കസ് പോകാൻ സാധ്യതയേറെയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യം ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല സറൗണ്ടിങ് നീറ്റാക്കി വയ്ക്കുക. അതുപോലെ തന്നെ നല്ല ഫോക്കസിങ് ആയിട്ടിരിക്കാൻ വേണ്ടി സറൗണ്ടിന് നോയ്സ് കാര്യങ്ങളൊന്നും വരില്ല എന്ന് ഉറപ്പുവരുത്തുന്ന സിറ്റുവേഷൻസ് ആണെങ്കിൽ അത് വളരെ ഫോക്കസിന് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. അടുത്ത് വന്നിട്ട് സോഷ്യൽ മീഡിയ ടൈം ലിമിറ്റ് വെക്കുക കേട്ടോ. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കും തോറും അതിൽ കൂടുതൽ അഡിക്റ്റായിട്ട് നമ്മുടെ ഫോക്കസ് ഫുള്ളും ഇതിലോട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏത് കാര്യത്തിലാണോ ഫോക്കസ് ചെയ്യേണ്ടത് അതിലോട്ട് ശ്രദ്ധയെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഏറ്റവും ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഫോക്കസ് നമുക്കിപ്പോൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഡെയിലി പ്രാക്ടീസിലൂടെ തന്നെ നമുക്കത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഡെയിലി അതിനായിട്ടുള്ള കുറച്ച് സമയം മാറ്റി വെച്ച് മെഡിറ്റേഷൻസിലൂടെയും എക്സസൈസിലൂടെയും നമ്മുടെ വർക്കിൽ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്ന പല ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും തോറുമാണ് നമ്മുടെ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ എത്ര ഒരു ദിവസം ചെയ്തുകൊണ്ട് ഫോക്കസ് ആവണമെന്നില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അത് കൺസിസ്റ്റൻസിയോടെ പ്രാക്ടീസ് ചെയ്യും തോറും അത് നിങ്ങളുടെ വർക്കിൽ ഭയങ്കരമായിട്ട് എഫിഷ്യൻസി കാട്ടും കേട്ടോ. പിന്നെ ഒരു അഡീഷണൽ ടിപ്പായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വർക്ക് ഫോക്കസ് ചെയ്തിരിക്കാൻ നമ്മളൊരു 30 മിനിറ്റൊക്കെ ഒരു കാര്യം കൃത്യമായ ഫോക്കസിൽ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അത് തന്നെ നമ്മൾ അങ്ങനെ ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 30 മിനിറ്റ് വർക്ക് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. ഈ ഗ്യാപ്പിൽ നമ്മൾ വെള്ളം കുടിക്കാൻ പോവുക, റെസ്റ്റ് റൂമിൽ പോവുക, അങ്ങനെയൊക്കെ പോയി വന്ന ശേഷം നമ്മൾ വർക്കിൽ ഫോക്കസ് ചെയ്യുക കേട്ടോ.